വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങൾ ഈ പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 38 വരെയുള്ള വേദഭാഗങ്ങൾ ശബ്ദവാഹിനിയിലൂടെ ഒരാളൊന്ന് വായിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 36 മുതൽ 38 വരെ. ആശേർ ഗോത്രത്തിൽ ഫനുവേലിന്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകയുണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തുനിന്ന് ദൈവത്തെ സ്തുതിച്ചു. ആമേൻ. നമ്മുടെ ആ വാക്യങ്ങൾക്കായി നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി ആരും ദയവായി വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കാതെ ഈ സന്ദേശം ശാന്തമായി ശ്രദ്ധിക്കുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഐഹിക ഈ മണ്ണിൽ മനുഷ്യനായി വെളിപ്പെട്ട് ചില ആഴ്ചകൾ മുൻപോട്ട് പോയപ്പോൾ മറിയും യോസേപ്പും ന്യായപ്രമാണത്തിൻ്റെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ആ കുഞ്ഞുമായി യെരുശലേം ദൈവാലയത്തിൽ ചെല്ലുകയാണ്. ആ ദൈവാലയത്തിൽ വെച്ച് കർത്താവിനെ തിരിച്ചറിഞ്ഞ 2 പേരെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിൻ്റെ താളുകളിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അതിൽ ഒരാൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതനാണ്. എവിടെയെല്ലാം വാഗ്ദത്തം എന്ന വിഷയം പ്രസംഗിക്കാറുണ്ടോ അവിടെയെല്ലാം നാം കേൾക്കാറുള്ള വ്യക്തിത്വമാണ് ശിമ്യോൻ. കർത്താവായ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരണം കാണുകയില്ല എന്ന വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി പ്രായമേറെ ചെന്നിട്ടും മരണം പല പ്രാവശ്യം തൊട്ടുരുമിപ്പോയിട്ടും വാഗ്ദത്ത നിവർത്തിക്കു വേണ്ടി ദൈവം സമയം നീട്ടിക്കൊടുത്തൊരു ഭക്തൻ. അദ്ദേഹത്തെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ശിമ്യോൻ. എന്നാൽ മറ്റാരും അത്ര ശ്രദ്ധിക്കാത്ത മറ്റൊരു വ്യക്തിത്വ വിശേഷത്തെ ഈ വിശുദ്ധ സഭായോഗത്തിൽ പരിചയപ്പെടുത്താനാണ് എനിക്ക് ആത്മാവിലൊരു നിയോഗമുള്ളത്. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സു ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. എത്ര പേർക്ക് സന്തോഷത്തോടെ രാമയം പറയാൻ കഴിയും? ഹന്നയെ കുറിച്ച് 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ച് എൻ്റെ വാക്കുകൾക്ക് ദൈവദാസൻ തന്ന സമയം 12:30-ക്കാണ് യോഗം നിർത്തുന്നത്. പക്ഷെ പ്രസംഗത്തിനുള്ള സമയം അത്രയും അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ബഹുമാന്യനായ ദൈവദാസൻ അനുവദിക്കപ്പെട്ട സമയപരിമിതിയിൽ നിന്നുകൊണ്ട് 3 ചിന്തകൾ നിങ്ങളുമായി പറയുകയാണ്. ഒന്നാമത്തേത്, ഹന്നയുടെ പ്രായം നമുക്ക് ഒന്ന് ശാന്തമായി അപഗ്രഥിച്ചാലോ? കന്യാകാലത്തിൽ പിന്നെ 7 വർഷം ഭർത്താവിനോടുകൂടെ. അപ്പോൾ ഒരു 18-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ സങ്കല്പിക്കുക. അത് കൂടുകയോ കുറയുകയോ ചെയ്യാം. 17-ഓ 16-ഓ ആകാം, 19-ഓ 20-ഓ ആകാം. കൂടുകയോ കുറയുകയോ ചെയ്യാം. ഒരു ക്ലിപ്തമായ സംഖ്യയല്ല. എങ്കിലും നമ്മുടെ ഒരു പഠന സൗകര്യ അർത്ഥത്തിന് അങ്ങനെ അങ്ങ് പറയുകയാണ്. 18-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചെന്ന് ചിന്തിക്കുക. 7 വർഷം ഭർത്താവിനോടൊരുമിച്ച് കുടുംബ ജീവിതം നയിച്ചു. 18-ഉം 7-ഉം 25. കഴിഞ്ഞ 84 വർഷമായി വിധവയായി പാർക്കുകയാണ്. അങ്ങനാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഈ മാന്യ മാതാവിന് 109 വയസ്സിൽ കുറയാതെ പ്രായമുണ്ട്. സന്തോഷത്തോടെ രാമേനെന്ന് പറഞ്ഞ് ഏറ്റവും കുറഞ്ഞത് 109 വയസ്സു പ്രായമുണ്ട്. ഹന്നയെക്കുറിച്ചുള്ള 1-ാമത്തെ പഠനം കഴിഞ്ഞ 84 വർഷമായി
ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ കടന്നു പോകുകയാണ്. മറ്റുള്ളവർ വിമർശനത്തിൻ്റെ വിരൽത്തുമ്പുകൾ ചൂണ്ടിക്കൊണ്ട് എന്തുകൊണ്ട് ഇത്ര ഭക്തയും പ്രാർത്ഥിക്കുന്നവളും ആരാധിക്കുന്നവളുമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ന്യായയുക്തമായൊരു മറുപടി അവരോട് പറയാൻ കഴിയാതെ വിങ്ങുന്ന ഹൃദയവുമായി ജീവിക്കുന്നൊരു മാന്യ മാതാവ് അല്ല, സ്വന്തം ഹൃദയത്തിൽ നിന്ന് തന്നെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോൾ ന്യായയുക്തമായൊരു മറുപടി ഇല്ലാതെ മാനസികമായി തകർന്ന ഒരു മാതാവ്. പക്ഷെ കഴിഞ്ഞ 84 വർഷമായി ജീവിതത്തിലുണ്ടായ ഒരു പ്രതിസന്ധികളും ദൈവവുമായുള്ള ബന്ധത്തെ ബാധിക്കാൻ ഇടവരാതെ, അത് ഭക്തിയെ സ്വാധീനിക്കാൻ ഇടവരാതെ, അത് പ്രാർത്ഥനാ മേഖലയെ തകർക്കാൻ ഇടവരാതെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവവുമായുള്ള ബന്ധം സൂക്ഷിച്ചു ജീവിക്കുന്ന ഭക്തയായൊരു മാതാവ്. അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ ഈ സഭായോഗത്തിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്പം ശാന്തമായി ഞാനത് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതത്ര ഈസി അല്ല. എല്ലാം ഉള്ളപ്പോൾ തുള്ളിച്ചാടാൻ, സാധ്യതകളും സാഹചര്യങ്ങളും അനുകൂലമാകുമ്പോൾ പ്രാർത്ഥിക്കാനും പാടാനും ദൈവത്തെ സേവിക്കാനും ദൈവം നല്ലവനെന്ന് പറയാനും എളുപ്പമാണ്. എന്നാൽ സാഹചര്യങ്ങളെല്ലാം എതിരാകുമ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ വിങ്ങുന്ന ഹൃദയവുമായി കടന്നു പോകുമ്പോഴും എൻ്റെ ദൈവത്തെ പിരിയാൻ പറ്റില്ലെന്ന്, എൻ്റെ ദൈവം ദൈവമെന്ന് ചങ്കുറപ്പോടെ സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ പരിപക്വമായ ഒരു ആത്മീക ജീവിതത്തിലേക്ക്, ഒരാത്മീക തലത്തിലേക്ക് എന്നെ എത്തിക്കണം, എൻ്റെ കുടുംബത്തെ എത്തിക്കണം, എൻ്റെ തലമുറയെ എത്തിക്കണം, എൻ്റെ സഭയെ എത്തിക്കണമെന്ന് ഉള്ളു നിറഞ്ഞ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അത് അത്ര ഈസി അല്ല. ജീവിതത്തിന്റെ പരുപരുത്ത അനുഭവങ്ങളിൽ ഏതു കരുത്തനും തകർന്നു പോകാൻ സാധ്യതയുണ്ട്. രണ്ടുപേരെ ഞാനതിനെ പരിചയപ്പെടുത്താം. 73-ാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 13-14 വാക്യങ്ങൾ. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും വായിച്ചു എനിക്കൊരു റെസ്റ്റിന് വേണ്ടിയാ സാധാരണ. എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഇനി അതിന്റെ കാരണം ഞാൻ പിന്നീട് പറയാം, ശ്രദ്ധിച്ച്. അനുഗ്രഹീത ഗായകനും ഗാനരചയിതാവും ഗാനത്തിന് ഈണം കൊടുക്കുകയും ചെയ്യുന്ന, ദൈവാലയത്തിലെ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീത ദൈവ മനുഷ്യൻ ആസാഫ് പറയുകയാണ്, എന്നാൽ ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. എനിക്ക് ആ സ്റ്റേറ്റ്മെന്റ് അങ്ങ് ഇഷ്ടപ്പെട്ടു. എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. കാരണം പറയുന്നതിന് മുമ്പ് ഇതൊന്ന് ശ്രദ്ധിച്ചു. എന്നേറെ ചിന്തിപ്പിച്ചൊരു ഒരു 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 പദമാണ്. ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. എന്താ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവസന്നിധി അദ്ദേഹം പറയുന്നത്, ദൈവമേ, എൻ്റെ കൈകളെ ഞാൻ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുക എന്ന് പറഞ്ഞാൽ പരസ്യമായി താൻ നിരപരാധിയാണ്, താൻ നീതിമാനാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ കുറ്റമില്ലായ്മയിൽ എൻ്റെ കൈകളെ കഴുകി. യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത് ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല. കർത്താവിനെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ട് പറ്റില്ല, മാനുഷികമായി എല്ലാ പഴുതും നോക്കി. പക്ഷെ ഇവന്മാരതിനെ സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവസാനം പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറയുകയാണ്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തു. അപ്പോൾ
കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകുക എന്ന് പറഞ്ഞാൽ താൻ നിരപരാധിയാണ്, നീതിമാനാണെന്ന് മനുഷ്യ മുൻപാകെ ബോധിപ്പിക്കുന്നതാണ്. അപ്പോൾ ആസാഫ് പറയുക, ദൈവമേ, ഞാൻ മനുഷ്യ മുൻപാകെ എന്നാൽ ആവോളം നീതിമാനായി ജീവിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ശ്രദ്ധിച്ച്, എൻ്റെ ഹൃദയത്തെ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഭക്തി പുറമേ മനുഷ്യനെ കാണിക്കാൻ മാത്രമുള്ളതായിരുന്നില്ല, ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന, ദൂരത്തു നിന്ന് നിരൂപണങ്ങളെ ഗ്രഹിക്കുന്ന, ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരാഞ്ഞറിയുന്ന ദൈവമേ, അങ്ങേക്കും അറിയാമല്ലോ ഞാൻ അങ്ങയുടെ മുൻപാകെയും എന്നാലാവോളം പരമാർത്ഥതയിൽ ജീവിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പലരുടെയും ഭക്തി, ഇന്ന് പലരുടെയും ആത്മീകത, താൻ ആത്മീകനാണെന്നും താൻ ഭക്തനാണെന്നും മറ്റുള്ളവരെക്കാൾ താൻ മെച്ചമാണെന്നും മറ്റുള്ളവരെ കാണിക്കാനുള്ള നാട്യങ്ങളും അഭിനയങ്ങളുമായി മാറുമ്പോൾ ഈ വല്ലാത്ത വികലമായ ആത്മീകതയുടെ കാലത്ത് വിളിച്ചു പറ, മനുഷ്യരെ കാണിക്കാനുള്ള ഭക്തിയുടെ വേഷം ധരിച്ചുള്ള അതിന്റെ ശക്തിയെ ത്യജിക്കുന്ന കോലം കെട്ടലുകളാകാതെ ഹൃദയങ്ങളെയും അന്തരിന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം മുമ്പാകെ ഭക്തരായി ജീവിക്കാൻ, വിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് അധരം തുറന്ന് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ അവരുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ അവിടെ ഒത്തിരി നിന്ന് വിശദീകരിക്കുന്നില്ല, ലൈവൊക്കെ പോകുന്നുണ്ട്. അകത്തു ഭക്തിയുടെ 7 അയൽപക്കത്തൂടെ ഭക്തി പോയിട്ടില്ലേലും ഭക്തരാണെന്നും ആത്മീകരാണെന്നും മനുഷ്യരെ കാണിക്കാനുള്ള നെട്ടോട്ടത്തിലാണെന്ന് നമ്മുടെ സമൂഹം. പക്ഷെ ഒരു കാര്യം അറിഞ്ഞു, ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ അനേകർ ത്യജിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിനയങ്ങൾ വിലപ്പോകില്ല. ഇത് നിന്റെ നിത്യതയുടെ കാര്യമാണെന്ന് ഇന്ന് പകൽ തിരിച്ചറിഞ്ഞ് നിത്യതയ്ക്കായി ഒരുങ്ങാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഭിനയങ്ങളോട് ഇന്ന് പകൽ വിട പറഞ്ഞ് യാഥാർത്ഥ്യങ്ങളിലേക്ക് ദൈവത്തിന്റെ സഭ മടങ്ങി വരുന്ന ദിവസങ്ങളായി മാറട്ടെ. എത്ര പേർക്ക് ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ മനസ്സുണ്ട്? വരാ. ഷാസാഫിന്റെ ദൈവശാസ്ത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ടുള്ള ദൈവശാസ്ത്രം, അതുകൊണ്ടൊന്നും ഗുണമില്ല. ഭക്തി കൊണ്ടും ഭക്തനും നേരെ വാ നേരെ പോ എന്ന് ചിന്തിക്കുന്നവർക്കും ഒരു ഗുണവും. ഞാൻ പിന്നീട് വരുന്നുണ്ട്, ആ ഭാഗത്തേക്ക് വരാം. ദൈവമേ, കുറ്റമില്ലായ്മയിൽ കൈ കഴുകിയിട്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചിട്ട് എനിക്കെന്തോ ഗുണമുണ്ടായി? ഗുണം പറയാം. ഞാൻ ഇടവിടാതെ ഉഷസ്സുതോറും ദണ്ഡിക്കപ്പെട്ടു വരുന്നു. എൻ്റെ പ്രിയരെ, ഞാൻ നെഞ്ചത് കൈവച്ചുകൊണ്ട് പറയുകയാണേ, എങ്ങനെയൊക്കെയോ നമ്മുടെ ഇടയിൽ ഇടയ്ക്ക് കയറി വന്ന വികലമായൊരു ചിന്തയാണ്, ദൈവത്തെ അറിഞ്ഞാൽ മുങ്ങിപ്പൊങ്ങി 2 അന്യഭാഷയും കൂടെ പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകുകയില്ല. ഒരു സ്തോത്രം പറ. ഇനി അഥവാ പ്രതിസന്ധി ഉണ്ടായാൽ ദൈവം കൈവിട്ടതിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നതും. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതും. ആ ധാരണയിൽ നിന്നൊക്കെ നമുക്കൊന്ന് തിരിച്ചു വരണം. ദേവദാസന്മാരെങ്കിലും ഒരുമിച്ച് എന്നോട് ചേർന്ന് ആമേൻ പറയണം. എനിക്ക് ലൈവ് ഉള്ളത് കൊണ്ട് പേടിയാണ്, ഒത്തിരി കാര്യം പറയാൻ മടിയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ തന്നെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയോ സഭകൾക്കകത്ത് കയറ്റി വിട്ടതാ. ഇപ്പം ഞാൻ കഴിഞ്ഞ 27 വർഷമായിട്ട് പാസ്റ്ററല്ലേ. ഞാനൊരു സഭയിൽ നിന്ന് ഇരുന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ അവിടെ ആർക്കെങ്കിലും പനി ഉണ്ടായാൽ വിളിച്ച് ചോദിക്കുന്നത്, അമ്മാമേ ഞാനിരുന്നപ്പോൾ ഒരു പനിയും ആർക്കും ഇല്ലായിരുന്നല്ലോ. ഞാനിരുന്നപ്പോൾ ഒരു പനിയും. അതിൻ്റെ അർത്ഥം പരസ്യമായിട്ടൊന്നും പറയുന്നില്ലെങ്കിലും ഒരു ദ്വയാർത്ഥ പ്രയോഗം അതിനില്ലേ? സത്യം ഞാൻ പറയാം, എനിക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാകാനും കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്.
ഞാനൊരു സഭയിൽ നിന്ന് പോയി അതിനുശേഷം ഒരാള് നിത്യതയിലേക്ക് ദൈവം കൊടുത്ത ആയുസ് തികഞ്ഞപ്പോൾ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. ഉടനെ ഞാനേ പറയാണ്, അമ്മാമേ ഞാനിരുന്നപ്പോൾ അച്ഛാ ഞാനിരുന്നപ്പോൾ അതുകൊണ്ട് പാസ്റ്റർമാർക്കൊക്കെ എന്നെ പേടിയാന്നറിയാം. ഒരാൾ മരിച്ചെന്ന് പറഞ്ഞ ഇതാരിരുന്നാലും ദൈവം കൊടുത്ത ആയുസ് തികയുമ്പോ പോകണ്ടേ? നമ്മൾ ആരും നൂറ്റാണ്ടുകൾ ജീവിക്കുന്ന കരുവേലകങ്ങളല്ലല്ലോ. ദൈവം ഇട്ട ആയുസ് തികയുമ്പോ നിത്യതയിലേക്ക് ചേർന്നല്ലേ പറ്റൂ. അതാരിയ്ക്കുന്നു എന്നത് പ്രസക്തി അല്ലല്ലോ. എത്ര പേർക്ക് എന്നോട് ചേർന്ന് അധരം തുറന്ന് ആമേൻ പറയാൻ കഴിയും? ഞാൻ ലൈവ് പോകുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ വിഴുങ്ങി പറഞ്ഞങ്ങ് പോവാ. സാധാരണ കൺവെൻഷന് മാത്രമേ എന്നെ എല്ലാവരും വിളിക്കാറുള്ളൂ. സഭായോഗങ്ങളിൽ വിളിക്കാറില്ല. അതുകൊണ്ട് രാത്രിയിൽ ഇങ്ങനെയുള്ള യോഗങ്ങൾ പറയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കാര്യം പറയാം. വാസ പറയാണ്, ഞാൻ ഇടപെടാതെ ഉഷസ് തോറും എൻ്റെ ദൈവമേ എനിക്ക് പാടാനായിട്ട് എണീറ്റിരിക്കാൻ പറ്റില്ല, ശ്വാസം വിട്ട് കിട്ടിയിട്ട് വേണ്ടേ. പക്ഷെ എൻ്റെ ചിന്ത ഇന്നായിരുന്നെങ്കിൽ ആസാഫ് അങ്ങനെ ഒരു പരാതി പറയാനായിരുന്നു. കാരണം ആസാഫ് യഹോവ ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക്, ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നിട്ട് ഈ പരാതി എന്താ പറയുന്നറിയോ? ദുഷ്ടന്മാരെ നോക്കിയപ്പോൾ അവർക്ക് അവരുടെ ദേഹം തടിച്ചുരുണ്ട്. അപ്പം ഇന്നെല്ലാവരും സ്ലിം ആകാൻ നടക്കുക അല്ലേ? ഇന്നിപ്പോൾ ഈ വണ്ണത്തോടും പൊണ്ണത്തടിയോടും ആർക്കും. അപ്പോൾ ആസാഫ് നോക്കിയപ്പോൾ തൻ്റെ ശരീരത്തിന് അത്ര ആരോഗ്യമില്ല. അഹങ്കാരികൾക്ക് ഒരു കുഴപ്പവുമില്ല. അവരുടെ കണ്ണുപുഷ്ടി കൊണ്ട് ഉന്തി നിൽക്കുന്നു, അവരുടെ ദേഹം തടിച്ചുരുണ്ടിരിക്കുന്നു. ദീർഘവർഷങ്ങളായി നാളുകളായി ശാരീരികമായ രോഗങ്ങളിലൂടെ കടന്നു പോയപ്പോ ഭക്തൻ ഇടറിപ്പോയി. അദ്ദേഹം പറയുകയാണ്, ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും വ്യർത്ഥമത്രേ. ഞാൻ ബാധിതനായിരുന്നു, ഉഷസ്സുതോറും ദണ്ഡിപ്പിക്കപ്പെട്ടുമിരുന്നു. ആസാഫിന്റെ ശരീരത്തിൽ രോഗം കുടിയേറിയപ്പോൾ ഭക്തൻ പതറിപ്പോയി. എന്നാൽ അവിടെയാണ് ഹന്നായുടെ പ്രസക്തി. 84 വർഷമായി ഉത്തരമില്ലാത്ത ചോദ്യങ്ങളിലൂടെ കടന്നുപോയിട്ടും ദൈവത്തോട് പിറുപിറുക്കാതെ, ദൈവത്തെ ചോദ്യം ചെയ്യാതെ, പ്രതിസന്ധിയിലും ദൈവത്തെ സേവിച്ച് കരുത്തയായ മാതാവ് എന്നോട് ചേർന്ന് അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഒരാളെ കൂടെ പുതിയ നിയമത്തിൽ നിന്ന് ഞാനിന്ന് പരിചയപ്പെടുത്തും. ലൂക്കോസിന്റെ സുവിശേഷം തന്നെ നമുക്ക് ഒന്നെടുക്കാം. അതിൻ്റെ 7-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. എന്നാറേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് കർത്താവിന്റെ അടുക്കൽ അയച്ചു. വരുവാനുള്ളവൻ നീയോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തരെ കാത്തിരിക്കണമോ എന്ന് പറയിച്ചു. എല്ലാവരും എന്റെ മുഖത്തോട്ട് നോക്കാമോ? ഒന്നുകൂടെ സ്തോത്രം പറയാമോ കർത്താവിനെ? പോരാ, കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. വളരെ ലളിതമായ ചിന്തയാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഇത് പതിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ ചെന്ന് യോഹന്നാനെ അറിയിച്ചു. യോഹന്നാൻ എവിടെ കിടക്കുക? കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ഏതൊക്കെ ചെന്ന് യോഹന്നാന്റെ ശിഷ്യന്മാർ അറിയിച്ചു? അതിന് തൊട്ടു മുമ്പിലുള്ള 2 സംഭവങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ വായിച്ചാൽ മതി. ഒന്ന്, ഒരു ശതാധിപന്റെ ദാസൻ മരണാസന്നനായി കിടക്കുകയാണ്, രോഗിയായിട്ട്. ശതാധിപൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ കർത്താവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ദയവായി എൻ്റെ ദാസനെ സൗഖ്യമാക്കണം. യഹൂദന്മാരുടെ മൂപ്പന്മാര് ശുപാർശയുമായി കർത്താവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ദയവായി ആ ശതാധിപന്റെ ദാസനെ സൗഖ്യമാക്കണം, അങ്ങത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യനാണ്. 2, നമ്മുടെ ജനത്തെ അവൻ സ്നേഹിക്കുന്നു, നമുക്കൊരു പള്ളിയും പണിത് തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവസന്നിധിയിൽ ഓർക്കുമ്പോൾ കർത്താവെ, ആ കുടുംബത്തെ, ആ വ്യക്തിയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നെന്നും
എൻ്റെ ദൈവമേ, എന്നോട് കാണിച്ച സ്നേഹവും കരുതലും എങ്കിലും ഓർത്ത് ആ കുടുംബത്തിൻ്റെ ഈ വിഷയത്തിൽ ദൈവമൊന്ന് ഇടപെടണമെന്ന് നമ്മുടെ കൂട്ടുവിശ്വാസികളും ശുശ്രൂഷകരും നമ്മളെക്കുറിച്ച് പറയത്തക്ക നിലയിൽ, ദൈവസന്നിധിയിൽ ഓർത്ത് സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ ഒരു പരിപക്വമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് അതരം തുറന്ന് ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരു ചിന്ത ഒന്ന് പറയാൻ കേട്ടോ. ഞാൻ സ്ഥലം മാറിപ്പോയാൽ പിന്നെ ആ സഭകളിൽ സന്ദർശിക്കാറില്ല. അവര് ക്ഷണിച്ചാൽ ആ പാസ്റ്ററുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം അവിടെ ചെല്ലും. പക്ഷെ ചിലയിടത്തൊക്കെ ഞാൻ കാണുന്നത്, ചിലർക്ക് ഇരുന്ന സഭയോട് സ്നേഹം കൂടുന്നത് പോയ ശേഷം. എന്നോട് ക്ഷമിക്കണേ, നമ്മുടെ സംയുക്ത സഭായോഗം ആയതുകൊണ്ടാണ്. നമ്മളെല്ലാവരും കൂടെ ഉണ്ടല്ലോ. ലോക്കൽ സഭയിലെ പാസ്റ്റർ അറിയുന്ന, രോഗിയായിട്ട് ആ സഭയിൽ ആരൊക്കെ ഉണ്ടെന്ന് ഇരിക്കുന്ന പാസ്റ്റർ അറിയുന്നതിന് മുമ്പ് പോയ ആളറിയും. അവിടെ പ്രാർത്ഥിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ അറിയുന്ന മറ്റേ ആൾ വന്നിട്ട് പോയായിരുന്നു. നോ, ചെയ്യാൻ പാടില്ല. അത് അനുവദനീയമല്ല. അത് ദൈവസന്നിധിയിൽ പ്രശംസനീയമല്ല. അതിൻ്റെ പിന്നിൽ ദുരുദ്ദേശങ്ങളുണ്ട്. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. നമ്മുടെ സാമ്രാജ്യം നമ്മൾ പണികയല്ല, നാം കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാണ്. കൂട്ടു ശുശ്രൂഷകരും നമ്മോടൊരുമിച്ച് കൂട്ടുവേലക്കാരാണ്. അവരെ ചേർത്ത് പിടിച്ചും അവരോട് സഹകരിച്ചും ദൈവത്തിൻ്റെ രാജ്യം പണിയാൻ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവരെ നമുക്ക് സ്വാർത്ഥത പാടില്ല, നമുക്ക് സങ്കുചിത മനോഭാവം പാടില്ല, നമുക്ക് അസൂയ പാടില്ല, നമുക്ക് പക പാടില്ല. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവ് ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്നെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാനിത് പറയുക. എന്നാലും സന്ദർശനം ഒന്നും നടത്തിയില്ലേലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്ന സഭകളെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഇരുന്ന സഭകളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ ചില കുടുംബങ്ങൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരും. കർത്താവേ, ആ കഷ്ടതയിൽ, ആ ഒന്നുമില്ലാത്ത സമയത്ത്, കുഞ്ഞിന് ഫീസ് കൊടുക്കാനില്ലാതിരുന്ന ആ സമയത്ത്, ഒരു നേരത്തെ നല്ല ആഹാരത്തിന് കൊതിച്ച സമയത്ത് ഞാൻ അങ്ങോട്ട് ചെല്ലാതെ, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതെ ആ കുടുംബം പാഴ്സനേജിൽ വന്നത്, ആ നന്മ തന്നത്, ആ ആഹാരം തന്നത്, ദൈവമേ, നമ്മൾ അറിയാതെ എത്ര ദൈവം നമ്മെ അനുഗ്രഹിച്ചാലും, ദൈവം നമ്മെ എത്ര ഉയർത്തിയാലും, പിന്നിട്ട വഴികളിൽ, തകർച്ചകളിൽ, ഏകാന്തതകളിൽ, നൊമ്പരങ്ങളിൽ ചേർത്ത് പിടിച്ചവരെ, ആശ്വസിപ്പിച്ചവരെ, സമാധാനിപ്പിച്ചവരെ, കൈത്താങ്ങൽ തന്നവരെ മറക്കില്ല പ്രിയരെ. മറക്കാൻ സാഹചര്യം സമ്മതിക്കില്ല. ഇന്ന് പകൽ ഞാൻ സ്തോത്രം ചെയ്ത് പറയുകയാണ്, നമ്മെ ഓർത്താരുടെ ഹൃദയം അറിയാതെ വിങ്ങാനോ കണ്ണ് നനയാൻ ഇടവരാതെ, ദൈവമേ, അവരന്ന് എന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്ന് ഒരിക്കലും മറ്റൊരാൾ ഓർത്ത് നമ്മെ ഓർത്ത് വേദനിക്കാനോ കണ്ണ് നനയാനോ ഇടവരാതെ, നമ്മെ ഓർത്ത് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അവർ സ്തോത്രം ചെയ്യത്തക്ക നിലയിൽ ഒരു മാന്യമായ ക്രിസ്തീയ ജീവിതം നയിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? അത് നമുക്ക് അനുഗ്രഹമാണ്, നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാണ്. അറിഞ്ഞു ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് ഈ പകൽ മനസ്സുണ്ട്? അങ്ങനെ പറയാൻ പോയാൽ അവിടെ തന്നെ അങ്ങ് നിൽക്കേണ്ടി വരും. കർത്താവ് ഇവരുടെ ശുപാർശ സ്വീകരിച്ച് സൗഖ്യമാക്കാൻ ചെല്ലുക. യോ, എനിക്ക് ആ ശതാധിപനോട് എന്തൊരു ബഹുമാനമറിയോ. ഉടനെ സ്നേഹിതന്മാരെ കർത്താവിൻ്റെ അടുക്കലേക്ക് അയച്ചു. പൊന്നു കർത്താവേ, ഞാൻ തന്നെ എന്താ വരാഞ്ഞെന്നറിയാവോ? അങ്ങയുടെ അടുക്കൽ വരാനുള്ള യോഗ്യത എനിക്കില്ല. എനിക്ക് എന്നാന്ന് അറിഞ്ഞുകൂടുക, ഇങ്ങനെയൊക്കെ അങ്ങ് പറയാൻ തോന്നുന്നു. ഈ ഭക്തിയുടെ ഒരു കുഞ്ഞു വശമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ചിന്ത നമ്മളാ യോഗ്യന്മാരെന്ന, ഞാനാ, ഒന്ന് സ്വോത്രം പറ, ഞാനല്ലാതെ വേറൊരു യോഗ്യൻ, എന്റെ യോഗ്യതക്കൊത്ത അംഗീകാരം എനിക്ക് കിട്ടുന്നില്ല. അതാ പ്രശ്നം. വല്ലതും തിരിയുന്നുണ്ടോ?
ദൈവസന്നിധിയിൽ വരുമ്പം ഞാൻ യോഗ്യനാണെന്നും എൻ്റെ യോഗ്യതയ്ക്ക് ഒത്തിരി എന്നെ ബഹുമാനിക്കണമെന്നും എത്ര ബഹുമാനിച്ചാലും എൻ്റെ യോഗ്യതയ്ക്കൊത്തുള്ള ആദരവ് കിട്ടുന്നുമില്ലെന്നുള്ള നമ്മുടെ ആ സങ്കുചിത മനോഭാവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇന്ന് പകൽ ക്രൂശിന് ചുവട്ടിൽ കുഴിച്ചിട്ടിട്ട് പാപിയായ അധമഭാവിയായ നിത്യ നരകത്തിന് വിധിക്കപ്പെട്ട പാതാളത്തിന്റെ ആടായ ഈ ദൈവകൃപയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഒരു ദുരന്തമായി അടൂരും പരിസര പ്രദേശങ്ങളിലും അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ട എന്നെ കൃപയാൽ രക്ഷിച്ച് അർഹതയില്ലാത്ത ആദരവുകൾ അനുവദിച്ചു തന്ന ദൈവത്തിന്റെ മുൻപാകെ സ്തോത്രം ചെയ്ത് വിനയപ്പെട്ട് ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ യാഥാർത്ഥ്യം മറക്കല്ലേ. ഞാൻ പോലും വരാതിരുന്നത് അങ്ങയുടെ അടുക്കൽ വരാൻ എനിക്ക്, എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ വീടിനകത്ത് വരാൻ, അങ്ങ് വരാൻ എനിക്കൊരു യോഗ്യത. നമ്മൾ പാടാറില്ലേ, എൻ്റെ പുരയ്ക്കകത്തു വരാൻ. കർത്താവേ, ഞാനും അധികാരത്തിൻ്റെ കീഴിലൊരു മനുഷ്യനാണ്. അധികാരം എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുത്തനോട് വരാൻ പറഞ്ഞാൽ വരുന്നു, പോകാൻ വരുന്നാൽ. അധികാരം എങ്ങനെ വിനിയോഗിക്കണമെന്ന് എനിക്കറിയാം. അങ്ങേ എനിക്കറിയാം. അങ്ങയുടെ അടുക്കൽ ഞാൻ വരാത്തതിൻ്റെ, അങ്ങൻ്റെ പുരയ്ക്കകത്ത് വരരുത് എന്ന് ഞാൻ പറയുന്നത് അങ്ങ് ആരാണെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ്. അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അങ്ങ് ഈ അഖിലാണ്ട കടാകത്തിൻ്റെ ഉടയവന. ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാകട്ടെ എന്ന ഉച്ചാരണം കൊണ്ട് ദൃശ്യവും അദൃശ്യവുമായ ഈ അഖിലാണ്ട കടാകത്തെ മുഴുവൻ അങ്ങ് വിളിച്ചു വരുത്തിയ ദൈവമാണെങ്കിൽ അങ്ങ് നിന്നിടത്ത് നിന്ന് പറഞ്ഞാൽ എൻ്റെ ദാസനൊരു സൗഖ്യം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഈ സംയുക്ത സഭായോഗത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മളുടെ മേലൊരു രോഗശാന്തി എൻ്റെ ദൈവത്തിന് പകരണമെന്ന് പദ്ധതി ഉണ്ടെങ്കിൽ തന്റെ വചനമയച്ച് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവിക സൗഖ്യദായക ശക്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. അത് വിശ്വസിക്കുന്ന ഈ അഭിഷിക്തന്മാർ, വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് എല്ലാ കരങ്ങളും തുറന്ന് അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നാം ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിന്റെ മനസ്സലിവിനാൽ അത്ഭുത രോഗശാന്തി ഈ പകൽ ഇതിനകത്ത് സംഭവിക്കട്ടെ. കർത്താവ് പിൻവരുന്ന ജനസമൂഹത്തെ നോക്കിയിട്ട് പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്ര വലിയ വിശ്വാസം. അപ്പോൾ ഒന്നാമത്തെ സംഭവം ശതാധിപൻ്റെ ദാസന്റെ സൗഖ്യം. രണ്ടാമത്തേത്, ഇത് കഴിഞ്ഞിട്ട് കർത്താവ് നയനിലേക്ക് ചെല്ലുമ്പോൾ ശവമഞ്ചം ചുമന്നുകൊണ്ട് ചെല്ലു വരികയാണ്. ഒരു ബാല്യക്കാരൻ മരിച്ചു. അവൻ്റെ അമ്മ മാറത്ത് അടിച്ച് നിലവിളിച്ചുകൊണ്ട് വരികയാണ്. അവൾ വിധവ, ഏക മകൻ, എല്ലാം നഷ്ടപ്പെട്ടു. കർത്താവ് മനസ്സലിഞ്ഞു. മഞ്ചം ചുമക്കുന്നവരോട് നിൽക്കാൻ പറഞ്ഞു. മഞ്ചത്തെ തൊട്ടു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പോൾ രണ്ട് സംഭവങ്ങളുണ്ടായി. ഒരു സ്തോത്രം പറയാം എല്ലാവർക്കും. ഈ രണ്ട് സംഭവങ്ങൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ജയിലിൽ കിടക്കുന്ന യോഹന്നാനോട് ചെന്ന് പറഞ്ഞു. മരിച്ച നയീനിലെ വിധവയുടെ മകനെ യേശു ഉയർത്തെഴുന്നേറ്റു. മരണാസന്നനായി കിടന്ന ശതാധിപന്റെ ഭൃത്യനെ യേശു കർത്താവ് സൗഖ്യമാക്കി. ഇത് കേട്ടപ്പോൾ ജയിലിൽ കിടന്ന് യോഹന്നാൻ തുള്ളിച്ചാടിയെന്നാണോ പറയുന്നത്? അല്ല. ഈ ശിഷ്യന്മാരോട് ചെന്ന് ചോദിക്കേ, പറയാണ്, യേശുവിനോട് ചെന്ന് ചോദിക്കേ, നീ വരാനുള്ളവൻ തന്നെയാണോ? രാമേനെന്ന് പറഞ്ഞു. ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? നാട്ടുകാരുടെ പ്രശ്നമെല്ലാം പരിഹരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയും, നാട്ടുകാരുടെ അല്ല. പക്ഷെ ഞാൻ എത്ര നാളായി ജയിലിനകത്ത് കിടക്കുക,
എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉള്ളത് കൊണ്ടല്ല, നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് എനിക്ക് ലഭ്യമായത് കാരാഗ്രഹമാണ്. കഴിഞ്ഞ ദീർഘനാളുകളായി ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടന്നിട്ട് എന്നോടൊരനുകമ്പ കാണിച്ചില്ലല്ലോ, എൻ്റെ വിഷയത്തിൽ ഒരിടപെടൽ നടത്തിയില്ലല്ലോ. ആ വിങ്ങുന്ന പ്രതികരണമാണ് യോഹന്നാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നിങ്ങൾ ചെന്ന് യേശുവിനോട് ചോദിക്കേ, നീ തന്നെയാണോ വരാനുള്ളവൻ, അതോ ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ? ഞാൻ പറഞ്ഞ ഈസി അല്ലെന്ന്. പ്രതിസന്ധിയിൽ ഭക്തരായി ജീവിക്കുക ഈസി അല്ല. സ്വതന്ത്രം തെളിയിക്കാം. ഇനി യോഹന്നാന് യേശുവിനെ കുറിച്ച് വല്ല ആശയക്കുഴപ്പം ഉണ്ടാകേണ്ട ആളാണോ? യേശുവിനെ കുറിച്ച് ഇത്ര കൃത്യമായി വെളിപ്പാട് കിട്ടിയ മറ്റാരാ ഉള്ളേ? ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകത ഗർഭത്തിൽ വച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനാണ്. അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ തുള്ളിച്ചാടി ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ ദൂതൻ സെക്കറിയാവിന്റെ അടുക്കൽ വന്ന് ജനിക്കാനുള്ള മകനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, അവൻ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അതിന് മുകളിലത്തെ വാക്യം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഒരു നല്ല ആമേനെന്ന് പറ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും പ്രാർത്ഥനയുടെ മറുപടി ഇല്ല എന്നോർത്ത് നിരാശപ്പെടരുത്. നിങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നിരാശപ്പെടരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയം നിവർത്തിയാകുമ്പോൾ, ആ സമയമാകുമ്പോൾ നാം പോലും അറിയാതെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം തരുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ദൂത് പറയുമ്പോൾ ഹൃദയം തുറന്ന്, അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ള എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം കൊണ്ടുവന്ന് തരുമ്പോൾ ഉൾക്കൊള്ളാൻ നമുക്ക് തന്നെ അല്പം പ്രയാസം തോന്നും. ഒരു ഉദാഹരണം പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഈ പത്രോസിനെ ഹെരോദ രാജാവ് പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് വിസ്തരിച്ച് ശിരച്ഛേദം ചെയ്യാൻ ജയിലിലിട്ടേക്കുക. മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയയുടെ നേതൃത്വത്തിൽ ആ വീട്ടിൽ പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥന നടക്കുക. ദൂതൻ കാരാഗ്രഹത്തിൽ ഇറങ്ങി പത്രോസിനെ തട്ടി വിളിച്ച് പുറത്തു കൊണ്ടുവന്നു. പ്രാർത്ഥിക്കുന്ന വീടിൻ്റെ വാതിൽക്കൽ വന്ന് ആര് മുട്ടി? പത്രോസ്. ഉടനെ രോധ എന്ന ബാല്യക്കാരി വാതിൽക്കൽ വന്ന് കാതു കൂറിപ്പിച്ചപ്പോൾ മനസ്സിലായി പത്രോസാണെന്ന്. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സന്തോഷത്താൽ വാതിൽ തുറക്കാതെ. സന്തോഷത്താൽ പടിവാതിൽ തുറക്കാതെ. സന്തോഷത്താൽ ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ? ഒരു ആമേൻ പറഞ്ഞു പറ. ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചേ? പത്രോസിന് വേണ്ടി. ആരാ വാതൊക്കെ വന്ന് നിൽക്കുന്നേ? അപ്പൊ പിന്നെ സന്തോഷം വന്നാൽ എന്നാ ചെയ്യണ്ടേ? സന്തോഷം വന്നാൽ ചെയ്യേണ്ടത് പ്രാർത്ഥനയുടെ മറുപടിയെ പടിവാതിൽ തുറന്ന് കാണുകയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ വായിക്കുന്ന സന്തോഷത്താൽ വാതിൽ തുറക്കാതെ അകത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നവരോട് കാര്യം പറയുകയാണ്. എൻ്റെ വിശകലനം ഞാൻ പറയാം. അവൾ ഇപ്പോൾ ഒരു സമ്മിശ്ര വികാരത്തിൻ്റെ വേലിയേറ്റത്തിലാണ്. സന്തോഷത്താൽ പ്രാർത്ഥനയുടെ മറുപടിയെ വാതിൽ തുറന്ന് അകത്ത് കയറ്റണോ, അതോ പ്രാർത്ഥിക്കുന്നവരോട് ചെന്ന് കാര്യം പറയണോ? എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത സമ്മിശ്ര വികാരത്തിന്റെ വേലിയേറ്റത്തിലാണ്. ഇന്ന് പകൽ എഴുതി വെച്ചോ, ചില പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം കൊണ്ടുവന്ന് തരുമ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണോ, നെടുമ്പാട് വീണ് കിടന്ന് കരഞ്ഞു നന്ദി പറയണമോ? എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാത്ത വീർപ്പുമുട്ടലുകൾ ഉളവാകത്തക്ക നിലയിൽ അസാധാരണ പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മൾക്ക് വേണ്ടി ചെയ്തു തരാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് പോഷ്കില്ലാത്ത ദൈവം തന്റെ വചനത്തിന്റെ ആലോചന ഇതിനകത്ത് സുവ്യക്തമായി കൈമാറുന്നു. എന്നെ ഏറെ സ്വാധീനിച്ചൊരു ചിന്ത. സന്തോഷത്തോടെ വിളി എന്ന് പറഞ്ഞു, പ്രാർത്ഥന നിർത്ത്, പ്രാർത്ഥന നിർത്ത്, പ്രാർത്ഥന നിർത്ത്. മറുപടി വന്നു. ഉടനെ അവര് പറയാം, നിനക്ക് ഭ്രാന്ത, നിനക്ക് അത് അവനല്ല, അവന്റെ ഒന്ന് സ്തോത്രം ചെയ്ത് പറയും. അപ്പൊ നമ്മൾ പറയുന്നത് അവർക്ക് വിശ്വാസമില്ലെന്ന് അല്ല, അവർക്ക് വിശ്വാസമുണ്ട്. എന്താ അതിന്റെ തെളിവ്? നേരം പരിവര വെളുക്കാൻ പോവാ, എന്നിട്ടും പ്രാർത്ഥന നിർത്തിയിട്ടില്ല. ഒരാമേനൊന്ന് പറ. അപ്പൊ അവര് പ്രാർത്ഥന നിർത്താതെ പൊടിയും തട്ടി വീട്ടിൽ പോകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ കാരണം
ദൈവം ഇടപെടുമെന്ന് ഉറപ്പുണ്ട്. എന്നാൽ പിന്നെ പ്രാർത്ഥനയുടെ മറുപടി വന്ന് നിൽക്കുമ്പം അത് അവനല്ല, അവൻ്റെ ഒരു ദൂതനാ, നിനക്ക് ഭ്രാന്താന്ന് പറയാൻ കാരണം എന്നാ? ഈ പ്രാർത്ഥനയുടെ മറുപടി ഇത്ര വേഗത്തിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വന്നു നിൽക്കുമെന്നുള്ളത് അവരുടെ അജണ്ടയ്ക്കപ്പുറമായിരുന്നു, അവരുടെ കണക്കുകൂട്ടലുകൾക്ക്, അവരുടെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു. ഇന്ന് പകൽ എൻ്റെ മാന്യ സഹോദര, എൻ്റെ മാന്യ സഹോദരി, ഈ വചനത്തിൻ്റെ ദൂതി ഞായറാഴ്ച പകൽ എഴുതി വെച്ചോ. ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിങ്ങളുടെ സങ്കല്പങ്ങൾക്കപ്പുറത്ത്, നിങ്ങളുടെ ചിന്തകൾക്കപ്പുറത്ത്, നിങ്ങളുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത്, നിങ്ങളുടെ ധാരണകൾക്കപ്പുറത്ത് ചില പ്രാർത്ഥനയുടെ മറുപടികൾ എൻ്റെ ദൈവം തരാൻ പോകുകയാണ്. ഈ യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തുള്ളിച്ചാടി സ്തോത്രം ചെയ്ത് പറയത്തക്ക നിലയിൽ ചില പ്രാർത്ഥനയുടെ മറുപടികളെ നമ്മുടെ കണ്ണ് കാണാൻ പോകുന്നു. വിശ്വാസത്താൽ അതരം തുറന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. അപ്പൊ യോഹന്നാൻ സ്നാപകനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനല്ലേ? മറ്റൊരു ഉദാഹരണം പറയാം. യോഹന്നാൻ കർത്താവിനെ സ്നാനപ്പെടുത്തും അളവിൽ പറയുന്നു, അങ്ങേ ഞാൻ സ്നാനപ്പെടുത്താനോ? പാടില്ല, അങ്ങ് വേണം എന്നെ സ്നാനപ്പെടുത്താൻ. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനല്ലേ യോഹന്നാനെ, എങ്ങനെ സർവ്വനീതിയും നിവർത്തിക്കപ്പെടണം സ്നാനപ്പെടുത്താൻ. സ്നാനപ്പെടുത്തിയ ഉടനെ ആത്മാവ് പ്രാവു പോലെ കർത്താവിൻ്റെ മേൽ ഇറങ്ങി വന്നു. ശ്രദ്ധിക്കണേ, ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്. എൻ്റെ ചോദ്യം, ഈ ശബ്ദം എന്തിനാ ഉണ്ടായേ? ആത്മാവ് പ്രാവ് പോലെ എന്തിനാ ഇറങ്ങി വന്നേ? യോഹന്നാനെ ഉറപ്പിക്കാനാ. ഒരാമേനും സന്തോഷത്തോടെ പറ. യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, വെള്ളത്തിൽ എന്നെ സ്നാനപ്പെടുത്താൻ അയച്ചവൻ എന്നോട് ആരുടെ മേൽ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വരുമോ അവനായിരിക്കും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തുന്നത്. 1000 പേരെ യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വാഴ്ത്തപ്പെട്ട കർത്താവ് മുങ്ങിപ്പൊങ്ങി കയറുമ്പോൾ ആത്മാവ് പ്രാവ് പോലെ ഇറങ്ങി വന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നരുളി ചെയ്യുമ്പോൾ യോഹന്നാൻ ഒരു കാര്യം ഉറപ്പായി, ഇവനാണ് മശിഹ, ഇവനാണ് ദൈവപുത്രൻ. എന്നോട് ചേർന്ന് ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അതെ, യോഹന്നാന് മറ്റൊരു തെളിവില്ലാതെ ദൈവം തന്നെ നേരിട്ട് യേശു ആരാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലേ? അല്ലേ? അതുകൊണ്ടല്ലേ യോഹന്നാൻ പറയും, ഇതാ ലോകത്തിന്റെ പാപത്തെ ദൈവത്തിന്റെ. നിങ്ങൾ ആ ഭാഗമൊക്കെ വായിച്ച് അറിയാതെ തുള്ളിച്ചാടും. യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ പറയുക, അവൻ എന്നേക്കാൾ മുമ്പനാ. സ്വോത്രം പറ, എന്തൊരു വെളിപ്പാടാ! അവൻ എന്നേക്കാൾ എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പ്രായം കൊണ്ട് മുമ്പൻ. യോഹന്നാൻ സ്നാപകനാ. ആണോ? ആണ്. എലിശബേത്ത് ഗർഭവതിയായി 6 മാസം ആയപ്പോഴല്ലേ ഗബ്രിയേൽ ദൂതൻ നസറേത്തിൽ മറിയയുടെ അടുക്കൽ ചെല്ലുന്നേ? ആണോ? അപ്പൊ യോഹന്നാൻ സ്നാപകനാണ് യേശുവിനേക്കാൾ ജന്മം കൊണ്ട് 6 മാസം മൂത്തത്. പക്ഷെ യോഹന്നാന്റെ വെളിപ്പാട് കണ്ടോ? അവൻ എന്നേക്കാൾ മുമ്പനാണ്. അവൻ എന്നേക്കാൾ മുമ്പനാണെന്ന് പറഞ്ഞ വെളിപ്പാട് എന്താ? ജന്മം കൊണ്ട് ഞാനാണ് മൂത്തത്, ഞാൻ ജനനം കൊണ്ട് ആരംഭിച്ചതാ. എന്നാൽ യേശുവോ ജനനം കൊണ്ട് ആരംഭിക്കപ്പെട്ടവനല്ല, ദൈവമായിരുന്നവൻ, സ്വയം സ്ഥിതനായിരുന്നവൻ, മനുഷ്യനായി മണ്ണിൽ വെളിപ്പെട്ടവനാണ്. യേശുവിന്റെ നിത്യാസ്തിക്യത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞയാളാണ് യോഹന്നാൻ സ്നാപകൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലേ? ആ യോഹന്നാൻ സ്നാപകൻ അല്ലേ പറയുന്നേ, നീയാണോ വരാനുള്ളവൻ, അതോ ഞങ്ങൾ മറ്റൊരുവനായി? എന്തേ നീതി നിമിത്തം, സത്യം നിമിത്തം ഉപദ്രവിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോഴും
ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എൻ്റെ നീതിക്കായി ഒരു ഇടപെടലുണ്ടാകുമെന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുമ്പോഴും നീതി നിഷേധിക്കപ്പെടുമ്പോൾ പരമാർത്ഥികളായിരുന്നിട്ട്, നീതിമാന്മാരായിരുന്നിട്ട് നീതി നിഷേധിക്കപ്പെടുമ്പോൾ, പരമാർത്ഥതയ്ക്കെതിരെ വിരൽ ചൂണ്ടപ്പെടുമ്പോൾ പതറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ അവിടെ യോഹന്നാൻ പതറിയപ്പോൾ അവിടെ ഹന്ന എന്ന വന്യമാതാവിന്റെ പ്രസക്തി 84 വർഷമായി ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടും പ്രതിസന്ധി ദൈവവുമായുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാക്കിയില്ല. അതരം തുറന്ന് ഞാൻ സ്തോത്രം ചെയ്തു പറയുന്നു, ജീവിതത്തിലെ ഓരോ തിക്താനുഭവങ്ങളും ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നമ്മെ പിറകോട്ട് വലിക്കരുത്. എന്റെ ദൈവമേ, അങ്ങുമായുള്ള ബന്ധത്തിൽ നിന്ന് ഈ പ്രതിസന്ധികൾ എന്നെ പിറകോട്ട് വലിക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാരെ? അതരം തുറന്നൊന്ന് സ്തോത്രം ചെയ്തു പറ. കഷ്ടതയോ സങ്കടമോ ആപത്തോ വാളോ നഗ്നതയോ ഉയരത്തിനോ ആഴത്തിനോ നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ സാധ്യമല്ല. കരമുയർത്തി അധരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ വിശദീകരിക്കുന്നില്ല പ്രിയരെ. രണ്ടാമത്തെ ചിന്തയിലേക്ക്, ഇത് പെന്തക്കോസ്ത് ഇതാകട്ടോ. നാട്ടുകാരും വീട്ടുകാരും വെറുത്ത് പേപ്പട്ടികളെ പോലെ വേട്ടയാടി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി. സ്തോത്രം. ഇത്ര പേര് ജീവൻ കൊടുത്ത് സാക്ഷീകരിച്ചൊരു മാർഗമായത്. പ്രിയപ്പെട്ടവരും മരിച്ചപ്പോൾ അടക്കാൻ സെമിത്തേരി ഇല്ലാതിരുന്നതുകൊണ്ട് സ്വന്തം പറമ്പിൽ പ്രത്യാശ ഗാനം പാടി അടക്കി. പരിഹാസ ശരങ്ങളുടെ നടുവിലും മരണം കൊണ്ടല്ലാതെ ഈ ബന്ധത്തിനൊരു മാറ്റമില്ല. മരണം കൊണ്ടും ഇത് തീരില്ല. നിത്യതയിലും തുടരുന്ന ബന്ധം. എല്ലാവരും ആ കരങ്ങൾ മുകളിലേക്ക് ഉയർത്തി പിടിച്ച് സ്തോത്രം ചെയ്ത് പറ. പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്. യുഗകാലം വരെയും നേട്ടമാണെങ്കിലും കോട്ടമാണെങ്കിലും ഉയർച്ചയാണെങ്കിലും താഴ്ചയാണെങ്കിലും ജയമാണെങ്കിലും പരാജയമാണെങ്കിലും ജീവിതത്തിന്റെ ഏതൊരു മേഖലയാണെങ്കിലും എന്റെ ദൈവം ദൈവമാണ്. ഈ സത്യം സത്യമാണ്. ഈ വിശ്വാസം ശരിയാണ്. ഇതല്ലാതൊരു മധ്യമില്ലെന്ന്, ഇതല്ലാതൊരു യാഥാർത്ഥ്യമില്ലെന്ന്, ഈ ദൈവമല്ലാതെ ഒരു ദൈവമില്ലെന്ന് ചങ്കുറപ്പോടെ പറയാൻ അതരത്തിൽ അഭിഷേകമുള്ളവർ കരമുയർത്തി ഒരിക്കൽ കൂടി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹന്നായുടെ ഒന്നാമത്തെ പ്രത്യേകത, പ്രതിസന്ധികളിലും ദൈവവുമായുള്ള ബന്ധം സൂക്ഷിച്ച് ജീവിച്ചു. രണ്ടാമത്തേതിലേക്ക് വരികയാണ്. അത് അല്പം കൂടെ നീട്ടി പറയേണ്ടതാണ്, പക്ഷേ പരിമിതമായ സമയമാണുള്ളത്, അവിടെ വിശദീകരിക്കുന്നത്. 2, ഹന്ന ആലയം വിട്ടുപിരിയാതെ ഒരു സന്തോഷത്തോടൊന്ന് സ്തോത്രം പറ. ദൈവാലയം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, രാവും പകലും ദൈവത്തെ ആരാധിച്ചു. അപ്പൊ എൻ്റെ ചോദ്യം, ഹന്ന 84 വർഷമായി ആലയത്തിലുണ്ട്. പിന്നീട് ഞാനത് വരും എന്തിനാ അങ്ങനെ പാർത്തെന്ന്. പക്ഷെ ഹന്നായെപ്പോലെ ഒരാൾക്ക് ഭക്തയായി ജീവിക്കാൻ പറ്റിയ ഒരനുഭവം ആയിരുന്നോ അന്ന് ദൈവാലയത്തിൽ ഉണ്ടായിരുന്നേ? എൻ്റെ ഭാഷ പറയാം, ചിന്താശേഷി ഉള്ളവരാണെങ്കിൽ ജീവനം കൊണ്ട് ഓടിയാൽ. അത്ര പരിതാപകരമായിരുന്നു അന്നത്തെ ആത്മീയത. സന്തോഷത്തോടെ നല്ല ആമയം പറ. ഈ അടൂർ ഈസ്റ്റ് സെൻട്രൽ കൺവെൻഷൻ ഞാൻ പറയുക, ഒരു ഉണർവുണ്ടായിട്ട് ആരും കാഹളം കേൾക്കാനിരിക്കണ്ട. സ്വോത്രം പറ. ഒരു ഉണർവുണ്ടായിട്ട് ആരും കാഹളം കേൾക്കാൻ
ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും. കർത്താവിൻ്റെ വരവിൻ്റെ അടയാളം ലോകവ്യാപകമായ ഉണർവല്ല, വിശ്വാസത്യാഗമാണ്. എന്നാൽ ഏതൊരു കാലത്തും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേരുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും നന്നാക്കിയിട്ട് നന്നാകാനിരിക്കാതെ, ആരും നന്നാകുകയോ നന്നാകാതിരിക്കുകയോ, എൻ്റെ വസ്ത്രം വെണ്മയായി സൂക്ഷിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് അതരം തുറന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നത്തെ ആലയം, അന്നത്തെ ഭക്തി, അന്നത്തെ ആത്മീയത എങ്ങനെ ഉണ്ടായിരുന്നു? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാമോ? 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെ. യഹൂദന്മാരുടെ പെസഹ സമീപമാകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. സന്തോഷത്തോടെ രാമേൻ എന്ന് പറഞ്ഞു. ഹന്നായുടെ കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആലയവും ദൈവാലയവും ദൈവാലയത്തോട് ചുറ്റുപാടും നടന്ന കാര്യങ്ങളും? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദ ജനം നിഷ്കളങ്കമായി ആടും മാടും പ്രാവും ഒക്കെ ആയിട്ട് യാഗം കഴിക്കാൻ വരിക. അല്പം മുമ്പ് വന്നവനോട് പറഞ്ഞു, ഇത് കൊള്ളുകയല്ല, ഇതിന് ഊനമുണ്ട്. ഊനമുണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിനെ അടുത്തവൻ വന്നപ്പോൾ പറഞ്ഞു, നിൻ്റേത് കൊള്ളുകയല്ല, അത് കൊള്ളാം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? കുതന്ത്രവും തട്ടിപ്പും വെട്ടിപ്പും ആരാധനയുടെയും ഭക്തിയുടെയും ദൈവത്തിൻ്റെയും പേരിൽ പലതും സമ്പാദിക്കാനുള്ള മറയാക്കി ഭക്തിയെ മാറ്റിയ കാലം, ആത്മീകതയെ മാറ്റിയ കാലം അല്ലേ? കർത്താവ് പറയുകയാണ്, എൻ്റെ ആലയത്തെ ഒരു സ്തോത്രം ചെയ്തെന്ന് പറഞ്ഞ് വാണിഭശാലയാക്കരുത്. ദൈവം അവർക്ക് വിഷയമല്ലായിരുന്നു, ഭക്തി അവർക്ക് വിഷയമല്ലായിരുന്നു, ഈ യാഗം അവർക്ക് വിഷയമല്ലായിരുന്നു. അവർക്ക് വിഷയം അവരുടെ ബിസിനസ് ആയിരുന്നു. ആത്മീകത പലർക്കും കപടമായിരുന്നു, വ്യാപാരമായിരുന്നു. ഇന്ന് പകൽ സെൻട്രൽ കൺവെൻഷനിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആത്മീകത വ്യാപാരമല്ല, ആത്മീകത ബിസിനസ് അല്ല. ആത്മീകത നമ്മുടെ സാമ്രാജ്യം വളർത്താനുള്ള കുറുക്കു വഴിയല്ല. അത് നിത്യതയ്ക്കായി ഒരുങ്ങാനും നിത്യതയ്ക്കായി അനേകരെ ഒരുക്കാനും നരകത്തെ കൊള്ള ചെയ്യാനും യേശു ക്രിസ്തുവിലൂടെ ദൈവം ഒരുക്കിയ രക്ഷയെ ലോകത്തോട് പറയാനുള്ളതുമാണ്. അതരം തുറന്നോട് ചേർന്ന് ആമേൻ പറയാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. രക്തം ജയം. പാപം പ്രളയം പോലെ ഒഴുകുക, അധാർമികത കൊടികുത്തി വ്യാഴുക. സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും പ്രസക്തിയില്ല. അനീതി, വളഞ്ഞ വഴി. ഇത് നല്ല ആമേൻ പറ. ചുറ്റുപാട് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പലതും നടന്നു. പക്ഷേ അതൊന്നും ഹന്നായുടെ ഭക്തിയെ സ്വാധീനിച്ചില്ല. ഈ പുരോഹിതന്മാരൊന്നും വലിയവരൊന്നും പറയുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് സ്വോത്രം പറഞ്ഞേ, ഇവരൊക്കെ ഇങ്ങനാന്ന് പലരെയും കണ്ട് മാർക്കിട്ട് തൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിന് അത് വിള്ളൽ വരുത്താൻ ഹന്ന ഇടവരുത്തിയില്ല. ഒരു നല്ല ആമേൻ പറ. പലതും കണ്ടും മനസ്സിലാക്കിയും ഹൃദയത്തിൽ ക്ഷീണിച്ചു പോകല് കേട്ടോ. എല്ലാം കള്ളന്മാരാന്ന് പറയല്ലേ, എല്ലാം കൊള്ളക്കാരാന്ന് പറയല്ലേ, എല്ലാം ഇങ്ങനാന്ന് പറയല്ലേ. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേരുണ്ട് പ്രിയരെ. ഇന്ന് പകൽ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, എല്ലാം നന്നായിട്ട് നന്നാകാനിരിക്കരുത്. നമ്മുടെ ചുറ്റുപാടുകൾ അഭക്തി കൊടികുത്തി വാഴുമ്പോഴും നമുക്കും വചനത്തിനും നിരക്കാനും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ നടക്കുമ്പോഴും അതിൻ്റെ നടുവിലും വിശുദ്ധനായി ജീവിക്കാൻ, വിശുദ്ധയായി ജീവിക്കാൻ, എന്റെ ഭക്തിക്ക് അത് കേടുവരുത്താൻ ഇടയാകാതെ, എന്റെ ആത്മീക ജീവിതത്തിന് പുഴുക്കത്തുണ്ടാകാൻ ഇടവരാതെ, എന്റെ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ കൃപ തരണമെന്ന് ആധാരം തുറന്ന് ആത്മാർത്ഥമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട്? അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു.
ഇപ്പം തന്നെ ഞാൻ എയറില്ല. അതിനിടയ്ക്ക് ഇനിയും കുറച്ചും കൂടെ പറഞ്ഞ് ലൈവ് ഉള്ളവണി വീട് പോവുക. നമ്മുടെ മാർഗത്തിൽ ആരെയും നന്നാക്കാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ നന്നാക്കാൻ പറ്റൂ. ദൈവം നന്നാക്കിയാലേ നന്നാവൂ. നമ്മൾ എത്ര പരിഹരിക്കാൻ നോക്കിയാലും പഴുതുകൾ ഉണ്ടാവും. ഒന്ന് സ്തോത്രം ചെയ്തു പറ. പഴുതടച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ദൈവമുണ്ടെങ്കിൽ, ഇത് ദൈവത്തിൻ്റെതാണെങ്കിൽ, ഇതിനൊരു നാഥനുണ്ടെങ്കിൽ അധരം തുറന്ന് സ്തോത്രം ചെയ്തു പറ. നന്നാക്കുന്നത് ദൈവമാണ്. ഇത് ദൈവത്തിൻ്റെ വകയാണ്. കൃപയാൽ ഇതിനകത്ത് ഒരംഗമായിരിക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. എനിക്ക് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ എൻ്റെ ചുറ്റുപാടുകൾ നടക്കുമ്പോഴും അതൊന്നും എൻ്റെ വിശ്വാസത്തെ സ്വാധീനിക്കാൻ ഇടവരാതെ, എൻ്റെ ഭക്തിയെ വിള്ളൽ സൃഷ്ടിക്കാൻ ഇടവരാതെ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കാൻ കൃപ തരണമെന്ന് അധരം തുറന്ന് സ്തോത്രം ചെയ്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദേവദാസൻ അനുവദിച്ച സമയത്തിലേക്ക് എൻ്റെ പ്രസംഗത്തിൻ്റെ വേഗതയേക്കാൾ എൻ്റെ വാച്ചിൻ്റെ സൂചി ഓടുന്നു. രണ്ടാമത് എനിക്ക് ഒത്തിരി വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല, പോവുക. ഹന്ന ആലയം വിട്ടുപിരിഞ്ഞില്ല. തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാ ചുറ്റുപാട് നടക്കുന്നത്. പക്ഷെ ഓടിയില്ല. ഒന്ന് സ്തോത്രം പറ. IPCയുടെ സെൻട്രൽ കൺവെൻഷനിലെ ഞാൻ പ്രസംഗിക്കുന്നത്. മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാത്തതുണ്ടെന്നും പറഞ്ഞ് എങ്ങും ഓടല്. സ്തോത്രം. ദൈവമാക്കിയെടുത്ത് നിൽക്ക്. ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി നിൽക്ക്. ദൈവത്തിന് വേണ്ടി നിൽക്ക്. ഭക്തിക്ക് വേണ്ടി നിൽക്ക്. നീതിക്ക് വേണ്ടി നിൽക്ക്. ദൈവം നമ്മെ ഓർക്കും. ദൈവം തന്റെ ജനത്തെ ഓർക്കും. അതരം തുറന്ന് ചങ്കുറ്റത്തോടെ ആമേൻ പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ദൈവം നമ്മെ ഓർക്കും. ദൈവം നമ്മെ ഓർക്കും. ദൈവം വിശ്വസ്തൻ. ഹന്നായുടെ രണ്ടാമത്തെ പ്രത്യേകത, ചുറ്റുപാടുകൾ അനാത്മീകത കൊടികുത്തി വാഴുമ്പോഴും അത് തന്റെ പ്രാർത്ഥനയെ, തന്റെ ഉപവാസത്തെ, തന്റെ ആരാധനയെ, തന്റെ ഭക്തിയെ സ്വാധീനിക്കാൻ ഇടവരാതെ അവിടെയും വിശുദ്ധയായി ജീവിച്ചു. മനസ്സുണ്ടെങ്കിൽ വിശുദ്ധരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള കൃപ ദൈവം തരും. മൂന്നാമത്തേത് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ ഹന്ന ആലയം വിട്ടുപിരിയാതെ ഉപവസിച്ചേ? വീട്ടിലിരുന്ന് ഉപവസിച്ചാൽ ഉപവാസമാകുകയല്ലേ? ഒരാമേനെന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയല്ലേ? വീട്ടിലിരുന്ന് ആരാധിച്ചാൽ ദൈവപ്രസാദമാകില്ലേ? ആവും. ഉപവാസവും ആരാധനയും പ്രാർത്ഥനയും ഒക്കെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ഉപവസിച്ചാലും ദൈവം കാണും, കേൾക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ആലയം വിട്ടുപിരിയാതെ 84 വർഷമായിട്ട് എന്തോത്തിനാണ് ഉപവസിക്കുന്നത്? ഒരാമേനെന്ന് പറ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്താ പ്രാർത്ഥിച്ചേ? സ്തോത്രം ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞ്. എന്തിന് ഉപവസിച്ചു? എന്തിന് പ്രാർത്ഥിച്ചു? എന്തിന് ആരാധിച്ചു? അവിടെയാ പ്രസക്തി. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹന്ന 84 വർഷമായി ആലയം വിട്ടുപിരിയാതെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും രാവും പകലും ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ തങ്ങാനൊരു കാരണമുണ്ട്. എന്താ കാരണം? മലാക്കി പ്രവാചകന്റെ പുസ്തകം എടുക്കാമോ? 3-ാം അധ്യായം 1-ാം വാക്യം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു. അടുത്തത്, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ വരുന്നു. പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നമ്മുടെ കരവ് ശബ്ദമുയർത്തി സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പഴയ നിയമ പ്രവാചകനായ മലാഖി തന്റെ പ്രവചനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇസ്രായേലിന് ഒരു ഭാവി വാഗ്ദാനം കൈമാറുകയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന നിയമദൂതനും നിങ്ങളുടെ കർത്താവുമായവൻ തന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് വരുന്നു. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എൻ്റെ ഹൃദയം പിടിച്ച് വികസിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനായവൻ
നിങ്ങളുടെ കർത്താവ് പെട്ടെന്ന് വരും. സ്തോത്രം പറഞ്ഞ് എവിടാ വരുന്നേ? തൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്കാ, ആ ദൈവാലയത്തിലേക്കാ. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. കഴിഞ്ഞ 84 വർഷമായി ഹന്ന തിക്താനുഭവങ്ങളിലും അനാത്മീകത തനിക്ക് ചുറ്റും നടക്കുമ്പോഴും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നറിഞ്ഞ് നടിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും രാവും പകലും ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്തിന് ആലയത്തിൽ കഴിഞ്ഞെന്നറിയാമോ? എനിക്കെൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് പെട്ടെന്ന് വരുന്ന നിയമദൂതനെ കാണണം. എവിടേക്കാണ് കർത്താവ് വരുന്നത്? വിശുദ്ധ മന്ദിരത്തിലേക്കാണ് വരുന്നത്. എവിടേക്കാണ് നിയമദൂതൻ വരുന്നത്? ഈ ആലയത്തിലേക്കാണ് വരുന്നത്. ഈ ദൈവാലയത്തിലേക്ക് പെട്ടെന്ന് വരുന്ന നിയമദൂതനെ, പെട്ടെന്ന് വരുന്ന എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് കണ്ണിലെണ്ണയൊഴിച്ച് ഉപവസിച്ചും പ്രാർത്ഥിച്ചും രാവും പകലും ദൈവത്തെ ആരാധിച്ചും അവൾ ആലയത്തിൽ കഴിഞ്ഞതെങ്കിൽ പുതിയ നിയമസഭയോട് ഞാൻ വിളിച്ചു പറയുന്നു, തിക്താനുഭവങ്ങളുടെ നടുവിലും അഭക്തി നമ്മുടെ ചുറ്റുപാട് കൊടുമ്പിരി കൊള്ളുമ്പോഴും തളരരുത്, ക്ഷീണിക്കരുത്, പിറകോട്ട് പോകരുത്. നമ്മെ മുൻപോട്ട് കുതിക്കാൻ പ്രചോദിപ്പിക്കുന്ന കഴമ്പുള്ള വാഗ്ദത്തം ഇതാണ്. എബ്രായർ 10:23. അറിയാവുന്നവർ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്തു പറ. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഒരുമിച്ച് ദൈവമക്കൾ സ്തോത്രം ചെയ്തു പറ. പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എന്താണ് വാഗ്ദത്തം? എബ്രായർ 10:37. ഇനി എത്രയും എല്ലാവരും ഒരുമിച്ച് ചങ്കൂറ്റത്തോടെ ഈ കൺവെൻഷന്റെ സമാപന ദിവസം വിളിച്ചു പറ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. കാലത്തിന്റെ ചുവരെടുത്ത് വായിക്കുന്നുണ്ടോ? കാലഘടികാരത്തിന്റെ മണിനാഥ ശബ്ദം ചെവിത്തടത്തിൽ മുഴങ്ങുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയാം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരാൻ പോകുന്നു. കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റ് വരാൻ പോകുന്നു. ജീവനോടെ ശേഷിക്കുന്ന അവരോടൊരുമിച്ച് യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടാൻ പോകുന്നു. ഉറപ്പുള്ള ദൈവമക്കൾ, ഉറപ്പുള്ള അഭിഷക്തന്മാർ കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കട്ടെ. IPC അടൂർ ഈസ്റ്റ് സെന്ററിന്റെ ഇപ്രാവശ്യത്തെ സുവിശേഷ യോഗങ്ങളുടെ സമാപന ദിവസമായ ഈ വിശുദ്ധ സഭായോഗത്തിൽ നാം ഒരുമിച്ച് പറയുന്നു, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. അഴുക്കാകുന്നവൻ ഇനി തന്നെ അഴുക്കാടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഇന്ന് പകൽ സ്തോത്രം ചെയ്തു പറ ദൈവമക്കൾ, എനിക്ക് ഒന്നും ഒരു വിഷയമല്ല. കൃപയാൽ എൻ്റെ കർത്താവ് എന്നെ കണ്ടു, കൃപയാൽ എൻ്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തു, കൃപയാൽ എൻ്റെ ദൈവം എന്നെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ മുമ്പിൽ ഭാഗ്യകരമായൊരു പ്രത്യാശ കാത്തിരിക്കുന്നു. എന്താണ് ആ പ്രത്യാശ? എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവാണ്, മരിച്ച വിശുദ്ധരുടെ ഉയർപ്പാണ്, നമ്മുടെ രൂപാന്തരമാണ്, നമ്മുടെ നിത്യതയാണ്. നിത്യതയേക്കാൾ വലുതല്ല നമുക്കൊന്നും. ആ ബോധ്യമുള്ള ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ഓട്ടവും അധ്വാനവും ഞാൻ കാത്തതാം വിശ്വാസവും വ്യർത്ഥമല്ല, അത് നിശ്ചയോ. എത്ര പേർക്ക് ഇന്ന് പകൽ ആ ഉറപ്പുണ്ട് പ്രിയരെ? ആ ഉറപ്പുള്ളവർ, ആ ധൈര്യമുള്ളവർ ആ തരങ്ങൾ തുറന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? എല്ലാ തരങ്ങളും തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. എല്ലാവരും ആ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോൾ കൊയറിനോട് ചേർന്ന് ആ ഗാനത്തിന്റെ ഈരടികൾ നമുക്ക് ചേർന്ന് പാടാം. എന്നോട്ടവും എന്നധ്വാനവും അധ്വാനവും വിശ്വാസം